ഈ അമേരിക്കയിലെ പ്രമുഖമായ പത്രമാണ് വാഷിങ്ടൺ പോസ്റ്റ്. അവരുടെ ഭാഗത്തു നിന്നും ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ അജ്ഞാതൻ്റെ കൊലപാതകങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്, അതിൽ റോയ്ക്ക് പങ്കുണ്ട് എന്ന രീതിയിലാണ് അവരുടെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പം ഇതിനകത്ത് ഈ വാഷിങ്ടൺ പോസ്റ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വന്നൊരു വാർത്തയാണ്, നമ്മളുടെ വീട് കുത്തി തുറന്നെങ്കിൽ ചവിട്ടി തുറന്ന് അവർ നമ്മളെ കൊല്ലുന്നു, രക്ഷയില്ലാത്തൊരവസ്ഥ, നമ്മളുടെ വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്നുള്ള രീതിയിലേക്കൊരു ഹെഡിങ്ങുമായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ, അതായത് പാകിസ്ഥാനെ ഉദ്ദേശിച്ചിട്ടുകൊണ്ടുള്ളൊരു വാർത്തയാണ്. ഇപ്പോൾ പാകിസ്ഥാനെ ഉദ്ദേശിച്ചുകൊണ്ടൊരു വാർത്ത ഇപ്പം വാഷിങ്ടൺ പോസ്റ്റിനകത്ത് വരുത്തുന്നതിനോ അല്ലെങ്കിൽ ഇത്രയും താല്പര്യത്തിൽ വരുത്തുന്നതിനോ ഉള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ഗഹനമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിൽ നമ്മൾ 51 ഭീകരരെ നേരത്തെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു 11 പേര് ഇപ്പോൾ ചത്തിട്ടുണ്ട്. പിന്നെ അവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും നിസ്കരിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ വിഷം തൊട്ടുമൊക്കെ ചത്തു. ബാക്കി ആൾക്കാരെ അല്ലെങ്കിൽ ഇനിയും മരണപ്പെടുമെന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഓടി വിളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. എവിടെ ഇരുന്നാലും മരിക്കുന്ന അവസ്ഥയാണ് ഈ 11 പേരുടെ കാര്യത്തിൽ കണ്ടിരുന്നത്. ഈ 11 പേർക്കും ഈ പറയുന്ന നമ്മൾ തലയ്ക്ക് വില വെച്ചിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുത്ത ഭീകർക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ സംരക്ഷണം പാകിസ്ഥാൻ കൊടുക്കുന്ന ഭീകരർ തന്നെയാണ്. അവരുടെ രാജ്യത്തെ VIP പരിഗണന ഉള്ളതും VIP സെക്യൂരിറ്റി ഉള്ളതുമാണ്. ഈ സെക്യൂരിറ്റിയൊക്കെ മറികടന്നാണ് ഇത് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇത് ആര് ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു, ഇന്ത്യയുടെ സാന്നിധ്യം ഒന്നും ഈ പറയുന്നത് പോലെ പറയാനേ പറ്റുന്നുള്ളൂ. ഈ അല്ലാതെ അതിനകത്ത് തെളിവുകളില്ല. കാനഡയിൽ നിന്നുള്ള പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞിരുന്നു തെളിവുകളില്ല. അപ്പോൾ ഇത് പരിശോധിക്കുമ്പം ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ടുപിടിച്ചേക്കെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്നാണ്, ദുബായിൽ ബേസ് ചെയ്താണ് പൈസ വരുന്നത്. അഫ്ഗാനിൽ നിന്നുള്ള വാടക കൊലയാളികളാണ് ഇതൊക്കെ നടത്തുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചിലരെ ഇതിനകത്ത് വിലക്കെടുക്കുന്നു. ഇതെല്ലാം പറയുന്നുണ്ട്. അഫ്ഗാനിൽ നിന്നുള്ള ആൾക്കാർ കൊല്ലുന്നതിനിപ്പം അവർ നമ്മളവനെ പറഞ്ഞാൽ മതി. അല്ലെ പൈസ വരുന്നത് ദുബായിൽ നിന്നാണ്, പൈസ മുടക്കുന്ന വേറെ ചില ഏജൻസികളാണ്. ഇതിനും തെളിവുകളില്ല. അപ്പോൾ ഇത് പറയുമ്പം നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പന്നുൻ പറയുന്നു എന്നെ കൊല്ലാൻ വരുന്നത് രാത്രി ഞെട്ടി ഉണരുന്നുണ്ട്. പിന്നെ ഈ നിജാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ പറഞ്ഞ് ഇനിയും ട്രൂഡോയ്ക്കൊന്നും പറയണ്ട. അപ്പോൾ ഈ നമ്മളുടെ ശത്രുക്കൾ കുറേ കാലം 2021 ശേഷം ഏത് രാജ്യത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വിധ്വംസ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കി ഇന്ത്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ പണ്ട് പോയി ഒളിച്ചിരുന്നത് പോലെ സേഫല്ല. ഇത് 2021 തൊട്ട് പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നേ. അതുകൊണ്ട് പാകിസ്ഥാനിലെ ആൾക്കാർ മരിക്കുന്നു, ഈ പറഞ്ഞ കാനഡയിൽ മരിക്കുന്നു, അമേരിക്കയിൽ ഇരിക്കുന്നു, വിളിച്ചു പോകുന്നു. അപ്പോൾ ഇവരൊക്കെ മര്യാദയ്ക്കിരുന്നാൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ തീവണ്ടിക്ക് തീ വെക്കും, അല്ലെങ്കിൽ വിമാനത്തിന് ബോംബ് വെക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തട്ടും, പാർലമെൻറ്റ് പൊളിക്കും, അജിത് ഡോവലിനെ കാച്ചും. ഇതൊക്കെ പറയുന്നതുകൊണ്ടാണല്ലോ വിഷയം. മര്യാദയ്ക്കൊന്നും പ്രശ്നമല്ലേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ ആരെങ്കിലും പോയി തട്ടിയിട്ട് ആ തട്ടുന്നതൊക്കെ ഇന്ത്യയുടെ കെയർ ഓഫിലാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ലോകം മൊത്തം സമാധാനം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെത്തിട്ട് നമ്മുടെ പുറത്ത് ചേർത്ത്. അപ്പോൾ ഇതിനകത്ത് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഒരു താല്പര്യമെന്ന് പറയുമ്പോൾ, വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രം ലോകത്ത് ഈ പറയുന്ന അമേരിക്കയിൽ വരുന്ന പത്രം, ഈ പത്രത്തിനൊരു പ്രത്യേകത, നമ്മുടെ ഇവിടുത്തെ നമ്മൾ പല പത്രങ്ങളെ പറ്റി ചർച്ച ചെയ്യാറുണ്ടല്ലോ, താല്പര്യങ്ങൾ, അവർക്ക് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പത്രമാണ്. അല്ലെങ്കിൽ ഈ ട്രംപിനെ പറ്റിയൊക്കെ ഏറ്റവും അവസാന ഇലക്ഷൻ്റെ അവസാന സമയത്ത് എഴുതാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് ട്രംപിന് മുന്നേറ്റം എന്ന് പറഞ്ഞ് എഴുതിയ പിന്നെയും പുറകിൽ. അപ്പം അവരുടെ ചില ഒബാമ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ്, ബൈഡൻ, ഇങ്ങനെ ഈ വേറെ ഒരു ലോ ക്രമം ഉണ്ടല്ലോ, താല്പര്യങ്ങളുടെ അതിന് അനുകൂലമായിട്ട് എഴുതുന്ന ഒരു പത്രമാണ്. ആ പത്രം ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം, ഇത് റോയാണ്, ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണമാണ്, അപ്പം ഇന്ത്യ ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യം വരുത്തുന്നതിന് വേണ്ടി ഈ പരാതി ഇങ്ങനെ റോ കടന്നു കയറി ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ കൊല്ലുന്നു എന്ന് പരാതി, അല്ലെങ്കിൽ നിലനിൽപ്പിലെന്ന് പരാതി അമേരിക്കയ്ക്ക് ഉള്ളതോ. അപ്പോൾ ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലൊരു വാർത്ത, ഈ വാർത്ത ലോകത്തുടനീളം ചർച്ചയാക്കാം. ലോകത്തുടനീളം ചർച്ചയാക്കുമ്പോൾ ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, ട്രൂഡോയും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ട്രൂഡോ പറഞ്ഞതിന് ഇതൊന്നും ആരും ഇതൊന്നും ആരും പറയുന്നുണ്ടെങ്കിലും ഇതാരും ശ്രദ്ധിക്കുന്നില്ല. പാകിസ്ഥാനിൽ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ആൾക്കാരെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഇത് ശ്രീത്തെ പണ്ടത്തെ കൂട്ടി ഇതിന് ഗൗരവം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ കൊലപാതകങ്ങളൊക്കെ നടക്കും. പണ്ടാങ്കിൽ ഇങ്ങനെ വല്ലതും ആണോ?
പണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു കൊലപാതകം ആരെല്ലാം ഇടപെടും, എന്തെല്ലാം സമാധാനം പറയണം, അത് ശരിയല്ല ഇത് ശരി. ഇപ്പം ഈ മാതിരിയുള്ള പാകിസ്ഥാനിൽ വിഷയം നടക്കുന്നുണ്ട്, കൊലപാതകം നടക്കുന്നുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്, മറ്റേ ഇവർ കടന്നു കയറുന്നുണ്ട്. ബംഗ്ലാദേശിൽ അരക്കൻ ആർമി കടന്നു കയറുന്നു. ബംഗ്ലാദേശിൽ അരക്കൻ ആർമി കടന്നു കയറിയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു രാജ്യം അപലപിച്ചോ? യൂനസ് അവിടെ നിന്ന് അപലപിക്കുന്നുണ്ട്, പുള്ളിക്ക് അപലപിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ അഫ്ഗാൻ സൈന്യം പാകിസ്ഥാനിൽ കയറി, അല്ലെങ്കിൽ ഈ യുദ്ധത്തെപ്പറ്റി ആരെങ്കിലും ഒരു ദേശീയ മാധ്യമങ്ങൾ ഇങ്ങനെ അക്രമം ഉണ്ടോ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചായിട്ട് നിങ്ങൾ കേട്ടോ? അതായത് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന കലാപങ്ങളോ പ്രശ്നങ്ങളോ ലോകത്ത് ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ പോലും താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ സംസാരിക്കാൻ പോലും ഇന്ന് ലോകത്ത് ആരുമില്ലാത്തൊരവസ്ഥ. അത് ഭയങ്കര നയതന്ത്ര ബന്ധമാണ്. അതായത് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. ബംഗ്ലാദേശിനകത്ത് ഇപ്പം നടക്കുന്ന പുതിയ സർക്കാർ, അതിനകത്ത് നടക്കുന്ന വിഷയങ്ങൾ, അതിനകത്ത് ഹിന്ദു ഹത്യ, അല്ലെങ്കിൽ അവരാർക്കെതിരെ സംസാരിക്കുന്നു, ആരെ കാച്ചാൻ നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യത്തെപ്പറ്റി അറിയാമല്ലോ. ഇതിനെതിരെ ബംഗ്ലാദേശിന് അനുകൂലമായിട്ട് സംസാരിച്ചാൽ നേരത്തെ അല്പമെങ്കിലും ഒരു താല്പര്യത്തിൽ ഈ സംസാരിച്ചില്ലെങ്കിൽ യൂനസിനെ അവിടെ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. ഈ ബൈഡൻ എന്ന് പറയുന്ന ആൾ ഇപ്പം അങ്ങോട്ട് കയറണ്ടല്ലോ. ഇപ്പം അമേരിക്കയിലോട്ട് ചെല്ലണ്ട, 7 ലോകത്തെ ആൾ പോയിട്ടില്ല. പിന്നെ അങ്ങനെങ്കിലും കണ്ടു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ പാകിസ്ഥാൻ്റെ കാര്യം ഈ പറയുന്ന ബൈഡൻ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു ഇത് വന്നേനെ. ഇപ്പം ട്രംപ് വന്നതോടുകൂടി ഇതായില്ലേ. ചൈനയ്ക്ക് ചൈനയ്ക്ക് സംസാരിക്കാൻ പറ്റും? ചൈനയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളുമായിട്ടുള്ള നയതന്ത്രബന്ധം അത്രയ്ക്ക് വലുതാക്കി. 2024 അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം, മോദി അധികാരത്തിന് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, നമ്മുടെ അതിർത്തിയുടെ വിഷയം അങ്ങ് പരിഹരിച്ചു. റഷ്യ ഇടപെട്ട് പരിഹരിച്ചു. കാരണം ഏതായാലും നാളെ കാലത്തെ വരത്തില്ലെന്നുള്ളതല്ല, മനസ്സുകൊണ്ട് പരിഹരിച്ചു എന്ന് പറയില്ല. പക്ഷേ വേറെ അവരുടെ താല്പര്യം അല്ലെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ റഷ്യയുടെ കെയർ ഓഫിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നു. അതിനകത്തൊരു പ്രശ്നം വരുത്തുകയോ അല്ലെങ്കിൽ ഒരു വിഷയം വരുത്തുകയോ ചെയ്താൽ നാളെ റഷ്യയോട് സമാധാനം പറയണ്ടേ? അല്ലെങ്കിൽ ആ നയതന്ത്ര ബന്ധത്തിനകത്തും ഒക്കെ വ്യത്യാസം വരത്തില്ലേ? ഇവർ തമ്മിലൊക്കെ പല രീതിയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഈ രീതിയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, ഇതാരും സംസാരിക്കാതിരിക്കുമ്പോൾ, അത് ഏതെങ്കിലും രീതിയിൽ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ലോകം മറ്റ് രാജ്യങ്ങളുടെ വിഷയങ്ങൾക്കകത്ത്, ആഭ്യന്തര പ്രശ്നങ്ങൾക്കകത്ത് കടന്നു കയറുന്ന രാജ്യമാണ്. അല്ലെങ്കിൽ ലോകത്ത് മറ്റ് പല രാജ്യങ്ങളെ അട്ടിമറിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന രാജ്യമാണ്. ഇന്ത്യ പറയുന്നത് പോലെ സമാധാനപരമായിട്ട് പോകുന്ന രാജ്യമല്ല. അമേരിക്കയുടെ പുറത്തും അട്ടിമറിക്കുന്ന രാജ്യമാണെന്ന് പറയുമ്പോൾ, ചൈനയുടെ പുറത്ത് അട്ടിമറിക്കുന്ന രാജ്യമാണെന്ന് പറയുമ്പോൾ, ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട്. ഇന്ത്യ അത്ര ശരിയല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾ നമ്മുടെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയാണ്. ഇത് വേറെ ചില ആൾക്കാർക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു പത്രത്തിൻ്റെ കെയർ ഓഫിൽ പറയുന്നതാണ് നമ്മൾ വിചാരിക്കണം. ഏതായാലും ആര് പറഞ്ഞാലും, ഇപ്പം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ വാഷിങ്ടൺ പോസ്റ്റ് ഈ പറയുന്ന അജ്ഞാതരുടെ അച്ഛനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. റോയാണ് അജ്ഞാതരുടെ അച്ഛൻ എന്നാണ് അവർ പറയുന്നത്. തെളിവുകളൊന്നും ഇല്ലെങ്കിലും അതങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സ്ഥാപിക്കുന്നതിൻ്റെ പുറകിലുള്ള ചേതോപകാരമാണ് ഞാനീ പറഞ്ഞത്. ഇന്ത്യ അത്ര ശരിയായ ആളല്ല. പല രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾക്കകത്ത് ഇന്ത്യ ഇടപെടുന്നുണ്ട്. ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അത്തരങ്ങൾ രാജ്യങ്ങളുടെ ഭരണക്രമമൊക്കെ അസ്ഥിരപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിലും അല്ലെങ്കിൽ മ്യാൻമറിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ. ഇതൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പത്രത്തിനകത്ത് നമ്മുടെ വേറെ അയൽരാജ്യമുണ്ടല്ലോ, മാലിയല്ലേ, മാലിദ്വീപിനകത്ത് പ്രസിഡന്റ് നമുക്കെതിരെ വന്നപ്പോൾ, അവിടുത്തെ ചൈനയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അവിടുത്തെ പ്രതിപക്ഷത്തെ പിടിച്ചുകൊണ്ട് ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുന്നു പറഞ്ഞിട്ട് ഇതേ വാർത്ത ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഞാനീ പറഞ്ഞതാണ്. ഏതായാലും പാകിസ്ഥാനിലുള്ള ഇന്ത്യയെ ആക്രമിച്ചിട്ട് പോയിരിക്കുന്ന അജ്ഞാതരുടെ കാര്യം ഇനി വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഭയത്തോടു കൂടിയാണ്. ഏത് സമയം ജീവൻ പോകും എന്നുള്ള ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അത്രയ്ക്ക് കരുത്താർജിച്ച ഒരു ഇന്ത്യയാണ് ഇന്ന് ലോകത്ത് ഇന്ത്യ മഹാരാജ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.